ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2005 നിലവിൽ വന്ന സുപ്രധാന നിയമമായ വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ പാർലമെന്റും സംസ്ഥാന നിയമസഭകളും പലതരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ പാസാക്കിയിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതും സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം ഉള്ളതുമായ ഒരു സുപ്രധാന നിയമമാണ് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ പഠിക്കാം. എന്താണ് വിവരാവകാശ നിയമം അല്ലെങ്കിൽ വിവരാവകാശ നിയമം കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സാധാരണ പൗരന് ഗവൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും എല്ലാം അറിയുവാൻ അവകാശം നേടുത്തുന്ന ഒരു സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. സമയബന്ധിതമായി നമ്മൾ ചോദിക്കുന്ന വിവരങ്ങൾ ഗവൺമെന്റ് അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ഈ ഒരു നിയമത്തിലൂടെ ലഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ നമുക്ക് ഓരോരോ സ്ലൈഡുകളിലായി വേഗം മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ എന്താണ് വിവരാവകാശ നിയമം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജനാധിപത്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമം. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പൊതുജനങ്ങൾക്ക്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് വിവരാവകാശ നിയമം. നോക്കാം, ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമം. ഇന്ത്യയിൽ സർക്കാർ ഭരണ നിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം നൽകുന്ന ഒരു സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. അപ്പൊ വിവരാവകാശ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ഈ നിയമത്തിലൂടെ അറിയാൻ സാധിക്കുന്നു. ഇപ്പോ നമ്മൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന രീതികൾ നമ്മൾ നേരെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യില്ല, സാധാരണ രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്യാറില്ല. എന്നാൽ ഒരു വിവരാവകാശ നിയമം വഴി നമ്മൾ അപേക്ഷ ഫയൽ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ സമയബന്ധിതമായി തന്നെ നമുക്ക് എന്ത് ലഭിക്കുന്നു? വിവരങ്ങൾ ലഭിക്കുന്നു. അതാണ് ഈ ഒരു നിയമത്തെ ഇത്രയും അധികം പ്രാധാന്യമുള്ള ഒരു നാഴികക്കല്ലായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇനി എന്താണ് അതിന്റെ വിശദീകരണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവരാവകാശ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഈ പറയുന്ന വസ്തുക്കളെല്ലാം തന്നെ കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക. അപ്പൊ ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യമായി കണക്കാക്കുന്നത് പൊതു അധികാര സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അനുബന്ധ സ്ഥാപനങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുക. കാര്യങ്ങൾ നമുക്ക് സുതാര്യമായി അറിയാൻ ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. അതായത് ഒരു സർക്കാർ ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ വിവരാവകാശം വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് തരാൻ നിർബന്ധിതരാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ കാര്യങ്ങൾക്ക് ഒരു സുതാര്യത ഉറപ്പുവരുത്തുന്നു. ഇനി ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത ബോധം കൂട്ടുന്നു. ഉത്തരവാദിത്ത ബോധം കൂട്ടുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിതരാകുന്നു. അപ്പൊ വിവരാവകാശ നിയമത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഭരണത്തിന് ഒരു സുതാര്യത ഉറപ്പുവരുത്തുന്നു, അതായത് ട്രാൻസ്പാരൻസി ഉറപ്പുവരുത്തുന്നു. രണ്ട്, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത ബോധം കൂട്ടുന്നു, അക്കൗണ്ടബിലിറ്റി കൂട്ടുന്നു. ഉത്തരവാദിത്ത ബോധത്തിന്റെ ഇംഗ്ലീഷാണ് അക്കൗണ്ടബിലിറ്റി. ഇനി മൂന്നാമത്തെ വസ്തുതയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഈ നിയമം എന്ത് നൽകുന്നു? ഒരു മുൻഗണന നൽകുന്നു. കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി. ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ചെയ്യുമ്പോൾ അവരുടെ കാര്യക്ഷമത സ്വാഭാവികമായും വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഈ നിയമം എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ മൂന്ന് വാക്കുകൾ നമ്മൾ പറഞ്ഞു: ഭരണ സുതാര്യത, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത ബോധം, കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ. ഇനി ഇതൊക്കെ ഒരു പരിധി വരെ നടന്നു കഴിയുമ്പോൾ അഴിമതി നിർമ്മാർജ്ജനം സാധ്യമാകുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് അനുബന്ധ സ്ഥാപനങ്ങളിലുമുള്ള അഴിമതി നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രണ വിധേയമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അപ്പൊ ഈ 4 വാക്കുകളും ഒരിക്കലും മറക്കരുത്. പ്രധാനമായും PSC നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുമ്പോൾ അവർ ഉൾപ്പെടുത്തുന്ന 4 പ്രധാനപ്പെട്ട വാക്കുകളാണ് ഞാൻ നിങ്ങളെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഒന്നുകൂടെ നമുക്ക് പറയാം: ഭരണത്തിന് ഒരു സുതാര്യത, 2, ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുന്നു, കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നു, അതുപോലെ തന്നെ അഴിമതി നിർമ്മാർജ്ജനത്തിന് വഴിയൊരുക്കുന്നു. ഇംഗ്ലീഷിൽ നമുക്കിതിനെ 4 ടേംസ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് ടു ഇൻക്രീസ് ട്രാൻസ്പെറൻസി, ടു ഇൻക്രീസ് അക്കൗണ്ടബിലിറ്റി, ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് ആന്റി കറപ്ഷൻ. ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഇനി നോക്കാം, അഴിമതി നിർമ്മാർജ്ജനം. ഇത് ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ്. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. അപ്പോ ജനങ്ങളോട് കടപ്പെട്ടവരാണ് എല്ലായ്പ്പോഴും ആര്? ഭരണാധികാരികൾ. ജനാധിപത്യ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഭരണമാണ് ജനാധിപത്യ
ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ ജനങ്ങളോട് എല്ലാവരും, അതായത് ജനങ്ങളോട് ഭരണാധികാരികൾ എല്ലായ്പ്പോഴും എന്ത് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ നോക്കൂ, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്നത് ഈ നിയമത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി പൗരന്മാരെ ശാക്തീകരിക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ശാക്തീകരണം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് 2005 പാസ്സാക്കിയത്. അപ്പൊ നോക്കൂ, പൗരന്മാരെ ശാക്തീകരിക്കുക എന്നതും വിവരാവകാശ നിയമത്തിന്റെ ഒരു സുപ്രധാന ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ വസ്തുതകളെല്ലാം തന്നെ കൃത്യമായി ഒന്ന് ഓർക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, പൊതുസ്ഥാപനങ്ങളുടെ കൈവശമോ നിയന്ത്രണത്തിലോ പ്രാപ്യതയിലോ ഉള്ള, ഒരിക്കൽ കൂടി പൊതുസ്ഥാപനങ്ങളുടെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെ കൈവശമോ നിയന്ത്രണത്തിലോ പ്രാപ്യതയിലോ ഉള്ള വിവരം പൗരന് സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനും. ആ ഒരു വാക്ക് നമ്മൾ കൃത്യമായി ഓർക്കേണ്ടതാണ്. നമ്മൾ ചോദിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കേണ്ടത്? നമ്മൾ വിവരാവകാശ നിയമം വഴി ഒരു വിവരം ചോദിച്ചു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ നമുക്ക് സമയബന്ധിതമായിട്ടാണ് ലഭിക്കേണ്ടത്. അപ്പൊ ഓർത്തോളൂ, വിവരാവകാശ നിയമത്തിൽ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു സമയബന്ധിതമായി വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഏത്? വിവരാവകാശ നിയമം. ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമോ നിയന്ത്രണത്തിലോ, ഇനി അവരുടെ പ്രാപ്യതയിലോ, പ്രാപ്യത എന്ന് പറഞ്ഞാൽ ആക്സസിബിലിറ്റി, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമായ വിവരങ്ങൾ ഒരു പൗരന് സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനും നിയമത്തിന്റെ ഫലപ്രദമായ നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന തലത്തിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കുന്നതിനും ഈ നിയമം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ രാജ്യത്ത് കുറെ നിയമങ്ങൾ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. നിയമങ്ങൾ എന്ത് ചെയ്യപ്പെടണം? നിയമങ്ങൾ പൊതുജനങ്ങൾക്ക് ഉറപ്പായും അത് ഉപയോഗപ്രദമാകണം. എങ്കിലേ ആ നിയമം കൊണ്ട് എന്തുള്ളൂ? എന്തെങ്കിലും പ്രയോജനമുള്ളൂ, അല്ലെ? നമ്മുടെ ഇന്ത്യയിൽ ധാരാളം നിയമങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഇന്ത്യയിലെ ഏത് രാജ്യമാണെങ്കിലും ആ നിയമങ്ങൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നോക്കൂ, നമ്മുടെ വിവരാവകാശ നിയമം കൃത്യമായി ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, ഈ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 കമ്മീഷനുകൾ, അതായത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലങ്ങളിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കണമെന്നും ഈ നിയമം പറയുന്നുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് വിവരാവകാശ കമ്മീഷനുകളും എന്ത് ചെയ്യാം? രൂപീകരിക്കാമെന്നും ഈ നിയമത്തിൽ കൃത്യമായി അനുശാസിക്കുന്നു. ഈ പറയുന്ന കമ്മീഷനുകൾ എന്ത് ചെയ്തോളും? ഈ നിയമത്തിലെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അവര് ഒബ്സർവ് ചെയ്യും, അല്ലെങ്കിൽ അവര് മേൽനോട്ടം വഹിക്കും എന്നും ഓർക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നു, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്, അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. ഈ നിയമം ഭരണ സുതാര്യത, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത ബോധം, കാര്യക്ഷമത, അഴിമതി നിർമ്മാർജ്ജനം തുടങ്ങിയവ പ്രധാന ലക്ഷ്യമായി കണക്കാക്കുന്നു എന്നും കൂടി മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഈ ഒരു സ്ലൈഡ് 2 സ്ലൈഡുകളായി പറഞ്ഞ പ്രത്യേകം നമ്മൾ എടുത്ത് പരാമർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പല രീതിയിൽ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി പ്രീവിയസ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം തന്നെ എന്താണ് കൃത്യമായി ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. അപ്പൊ വിവരാവകാശ നിയമത്തിന് മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട്, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. എന്തുകൊണ്ടാണ് ആ നിയമത്തെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് വിശേഷണം നൽകിയത്? നമ്മൾ കഴിഞ്ഞ സ്ലൈഡുകളായി നമ്മൾ കുറെ ലക്ഷ്യങ്ങൾ പഠിച്ചു. അതായത് ജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ ഈ നിയമത്തിലൂടെ പ്രാവർത്തികമായി ആയതുകൊണ്ട് തന്നെ ഈ നിയമത്തെ എന്തായിട്ട് കണക്കാക്കാം? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് ആയിട്ട് കണക്കാക്കാം. സൺഷൈൻ ലോ എന്നറിയപ്പെടുന്നതും വിവരാവകാശ നിയമമാണ്. സൺഷൈൻ ലോ എന്നും ഈ നിയമത്തെ വിളിക്കാറുണ്ട്. കൃത്യമായി ഒന്ന് ഓർക്കുക. ഇനി വിവരങ്ങൾ ജനാധിപത്യത്തിന്റെ നാണയമാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഉദ്ധരണിയാണ്. ആരുടെ ഉദ്ധരണിയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ പഠിക്കുന്നത് വിവരത്തെക്കുറിച്ചും വിവരാവകാശത്തെക്കുറിച്ചുമാണ്. വിവരങ്ങൾ ജനാധിപത്യത്തിന്റെ നാണയമാണ് എന്ന പ്രശസ്തമായ വരികൾ ഉദ്ധരിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് തോമസ് ജെഫേഴ്സൺ ആണ്. അപ്പൊ വിവരങ്ങൾ ജനാധിപത്യത്തിന്റെ എന്താണ്? നാണയമാണ്. ഇൻഫർമേഷൻ ഇസ് ദ കറൻസി ഓഫ് ഡെമോക്രസി. ഒരിക്കൽ കൂടി, ഇൻഫർമേഷൻ ഇസ് ദ കറൻസി ഓഫ് ഡെമോക്രസി എന്ന വാക്കുകൾ ആരുടേതാണ്? തോമസ് ജെഫേഴ്സന്റേതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ 3ാമത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റായ തോമസ് ജെഫേഴ്സന്റെ പ്രധാനപ്പെട്ട വരികളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓർത്തുവെക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വിവരത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വിവരവുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ആചരിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ദിനത്തെക്കുറിച്ചാണ് നോക്കാം. ഇന്റർനാഷണൽ ഡേ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ. ഒരിക്കൽ കൂടി, ഇന്റർനാഷണൽ ഡേ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ. ആഗോളതലത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ദിനമാണ് സെപ്റ്റംബർ 28. ഒരിക്കൽ കൂടി, സെപ്റ്റംബർ 28 എന്തായിട്ട് ആചരിക്കുന്നു? ഇന്റർനാഷണൽ ഡേ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ. ഇന്റർനാഷണൽ ഡേ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ. ഇനി നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
വിവരാവകാശ നിയമത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. വിവരാവകാശ നിയമം ലോകത്തിൽ എവിടെയാണ് ആദ്യമായി വന്നത്, ഇന്ത്യയിൽ അത് എങ്ങനെയാണ് നിലവിൽ വന്നത് തുടങ്ങിയ വസ്തുക്കൾ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്ന രാജ്യമായിട്ട് കണക്കാക്കുന്നത് സ്വീഡനാണ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലായ രാജ്യം ഏതാണ്? സ്വീഡനാണ്. 1766 സ്വീഡനിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നതായിട്ട് കണക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിവരാവകാശ നിയമത്തിന് സമാനമായിട്ടുള്ള ഒരു നിയമമാണ് സ്വീഡനിൽ വന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് എന്ത്, ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം വന്നത് സ്വീഡൻ എന്ന് നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്. എന്നാൽ ഇത് വിവരാവകാശ നിയമം പോലെ അല്ലെങ്കിൽ അതിന് സിമിലാരിറ്റി ഉള്ള ഒരു നിയമമാണ് സ്വീഡനിൽ വന്നത്. ആ നിയമത്തിന്റെ പേരും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വിവരാവകാശ നിയമത്തിന് സമാനമായി നമ്മുടെ സ്വീഡനിൽ വന്ന നിയമമാണ് ഫ്രീഡം ഓഫ് പ്രസ് ആക്ട്. ഫ്രീഡം ഓഫ് പ്രസ് ആക്ട്. സാധാരണയായി നമ്മുടെ PSC ചോദിക്കുന്നത് ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം വന്ന രാജ്യം ഏതെന്നാണ് ചോദിക്കാറുള്ളത്. അതിന്റെ ഉത്തരം നമുക്ക് ഏത് തന്നെ എഴുതാം, സ്വീഡൻ ആണെന്ന് എഴുതാം, 1766 എന്നും എഴുതാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഫ്രീഡം ഓഫ് പ്രസ് ആക്ട് വിവരാവകാശ നിയമത്തിന് വളരെയധികം സമാനതകളുള്ള നിയമമായിരുന്നു. അതിനാലാണ് വിവരാവകാശ നിയമം വന്നതായിട്ട് നമ്മൾ ആദ്യമായി വന്നത് സ്വീഡനിലാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്, ആദ്യമേ ഒരു പോയിന്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ ആദ്യമായി വന്നത് സ്വീഡനിൽ ആണെങ്കിൽ വിവരാവകാശ നിയമം പാസാക്കിയ 55ാമത് രാജ്യം എന്ന സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ അത്രയും ഒരു കാലയളവ് എടുത്തു ഇന്ത്യയിൽ ഈ ഒരു നിയമം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ചരിത്രമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നോക്കാം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം, ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആര് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. VP സിംഗ് ആണ്. 1990 കാലഘട്ടത്തിൽ പാർലമെന്റിൽ ഒരു സെഷന്റെ ഇടയ്ക്ക് VP സിംഗ്, വിശ്വനാഥ പ്രതാപ് സിംഗ് എന്ത് ഐഡിയ അല്ലെങ്കിൽ ഏത് ആശയം മുന്നോട്ട് വെച്ചു? ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം അല്ലെങ്കിൽ വിവരാവകാശം എന്നൊരു കാര്യം പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കുമെന്ന് അദ്ദേഹം പാർലമെന്റിൽ ഒരു സെഷന്റെ ഇടയ്ക്ക് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പല സംഘടനകളും പല വ്യക്തികളും വിവരാവകാശ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു. ഇതിന്റെയൊക്കെ പ്രവർത്തന ഫലമായാണ് 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം വന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ പോയിന്റ് ഇതാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശം എന്ന ആശയം ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ വിവരാവകാശം എന്ന ഐഡിയ ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? VP സിംഗ് ആണ്. 1990 കാലഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുക. ആരാണ് VP സിംഗ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു VP സിംഗ്. വിശ്വനാഥ പ്രതാപ് സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം. അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായി ഓർക്കുക. ഇനി നോക്കാം. വിവരാവകാശ നിയമത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു പല സംഘടനകളും പല വ്യക്തികളും പ്രയത്നിച്ചു. അതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു സംഘടനയാണ്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രധാന പങ്കുവഹിച്ച ഒരു സംഘടനയാണ് നമ്മുടെ MKSS. MKSSന്റെ ഫുൾ ഫോം നമുക്കൊന്ന് പഠിക്കാം. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. ഒരിക്കൽ കൂടി, MKSS എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ മസ്ദൂർ, K എന്ന് പറഞ്ഞാൽ കിസാൻ, S ശക്തി, വീണ്ടും S സംഘാതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. PSC രണ്ട് രീതിയിലും ഈ ഒരു സംഘടനയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. MKSS എന്ന രീതിയിലും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്നും തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. MKSS പറയുന്ന സംഘടന എന്നാണ് ഇന്ത്യയിൽ ഫോം ചെയ്തത്? 1990 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ MKSS ഫോം ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ 1990 മെയ് മാസം 1-ാം തീയതി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് MKSS. 1990 മെയ് 1. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി MKSSന്റെ സ്ഥാപക നേതാവ് ആര്? MKSS എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് പല വ്യക്തികളുടെയും പ്രയത്നഫലമായിട്ടായിരുന്നു. എന്നാൽ MKSSന്റെ സ്ഥാപക നേതാവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വ്യക്തിയാണ് അരുണ റോയ്. MKSSന്റെ ഫൗണ്ടർ ഡയറക്ടറാണ് അരുണ റോയ് എന്ന ഒരു വനിതയാണ്. MKSSന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. അപ്പൊ ഇന്ത്യയിലെ രാജസ്ഥാൻ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് MKSS. 1990 മെയ് മാസം 1-ാം തീയതി രൂപീകരിക്കപ്പെട്ടു. സ്ഥാപക നേതാവ് അരുണ റോയ് ആണെന്നും കൃത്യമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. വിവരാവകാശ നിയമത്തിനായി 1994 ജനകീയ പ്രചരണം ആരംഭിച്ച സംഘടന. 90 MKSS ഫോം ചെയ്തെങ്കിലും 94 വിവരാവകാശത്തിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തത്? ജനകീയ പ്രചരണവും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചത്. ഇനി ഒരു വസ്തുത കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്ന സംഘടന ഒരു കർഷക തൊഴിലാളി സംഘടനയാണ്. എന്ന് വെച്ചാൽ കർഷകർക്കും തൊഴിലാളികൾക്കും അവരുടെ ദിവസ വേതനമൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 90 കാലയളവിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഇത് MKSS. അപ്പൊ അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടന പിന്നീട് പല മേഖലകളിലേക്കും അവരുടെ പ്രവർത്തനം വ്യാപിച്ചു. അപ്പോ 90 കാലഘട്ടത്തിൽ കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്
തന്നെയാണ് പിന്നീട് പല മേഖലകളിലേക്കും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചത്. അപ്പോൾ അതിലൊരു ഒരു ഡീവിയേഷൻ എടുത്തപ്പോൾ അവർ ചെയ്ത ഒരു കാര്യമാണ് എന്ത്, വിവരാവകാശം വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതായത് ഇത്രയേ ഉള്ളൂ, ഈ MKS എന്ന് പറയുന്ന സംഘടന എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ വിവരാവകാശ നിയമം കൊണ്ടുവരാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയല്ല. അത് പല വേറെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. അതിൽ ഒരു കാര്യമാണ് ഏത്, വിവരാവകാശം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ പോയിന്റുകളെല്ലാം തന്നെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെയൊക്കെ ഒരു ബേസിക് കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ബേസ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നത്. കൃത്യമായി ഓർക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സർക്കാരിനായി വിവരാവകാശത്തിന്റെ പ്രാരംഭ കരട് ഇനിഷ്യൽ ഡ്രാഫ്റ്റ് രൂപീകരിച്ചത് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI എന്ന സംഘടനയാണ്. ഈ വിവരാവകാശ നിയമം വരാൻ വേണ്ടിയിട്ട് കുറെ സംഘടനകൾ പ്രവർത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ വിവരാവകാശ നിയമം എങ്ങനെ ആയിരിക്കണം എന്ന് ഉള്ള ആ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് അതിന്റെ ഇനിഷ്യൽ ഡ്രാഫ്റ്റ്, ആദ്യത്തെ പ്രാരംഭിക കരട് തയ്യാറാക്കാൻ വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സംഘടനയാണ് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI. അപ്പൊ നമുക്ക് തിരിച്ച് ചിന്തിച്ച് നോക്കാം. നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTIയുടെ ചോദ്യം എന്ത്? സർക്കാരിനായി വിവരാവകാശത്തിന്റെ പ്രാരംഭ കരട് ഇനിഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിൽ മേജർ പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് ഏത്, സംഘടനയാണ് ഏത്, നമ്മുടെ നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI. ഇതും കൂടെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി നമ്മൾ ഇതിന്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ത്യയിൽ എന്ത് വന്നത്, 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2005 വന്ന വിവരാവകാശ നിയമത്തിന് ഏതെങ്കിലും മുൻഗാമി അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും മുൻഗാമി ആയിട്ടുള്ള നിയമമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമിയായിട്ട് ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ നിയമത്തിന്റെ പേരാണ് വിവര സ്വാതന്ത്ര്യ നിയമം 2002. നോക്കൂ, വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി പ്രെഡിസസർ മുൻപേ ഉണ്ടായിരുന്ന നിയമമാണ് ഏത്, വിവര സ്വാതന്ത്ര്യ നിയമം 2002. ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന് വിളിക്കും. അപ്പൊ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002ന്റെ ചോദ്യം എന്താണ്, വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ്. ഇനി ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യയിൽ വിവര സ്വാതന്ത്ര്യ നിയമം 2002 നിലവിൽ ഇല്ല. ഒരിക്കൽ കൂടി, ഇന്ന് ഇന്ത്യയിൽ വിവര സ്വാതന്ത്ര്യ നിയമം 2002 ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, ഇല്ല എന്ന് മനസ്സിലാക്കുക. വിവരാവകാശ നിയമം എന്നാണോ പ്രാബല്യത്തിൽ വന്നത് അന്ന് മുതൽ വിവര സ്വാതന്ത്ര്യ നിയമത്തെ എന്ത് ചെയ്തു, റദ്ദാക്കി അല്ലെങ്കിൽ റിപ്പീൽ ചെയ്തു എന്ന് മനസ്സിലാക്കുക. പറഞ്ഞ പോയിന്റ് വ്യക്തമാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം വിവര സ്വാതന്ത്ര്യ നിയമം 2002. ഇന്ന് ആ നിയമം ഇന്ത്യയിൽ നിലവിലുണ്ടോ, ഇല്ല. ആ നിയമം വിവരാവകാശ നിയമം നിലവിൽ വന്നതോടുകൂടി റദ്ദാക്കിയിരിക്കുന്നു എന്നും അല്ലെങ്കിൽ റദ്ദ് ചെയ്തു എന്നും കൂടി മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ വിവരാവകാശ നിയമത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി 2005 മെയ് മാസം 11 2005 മെയ് 11 വിവരാവകാശ ബില്ല് ലോകസഭ പാസാക്കി. ഒരിക്കൽ കൂടി, വിവരാവകാശ നിയമ ബില്ല് ലോകസഭ പാസാക്കിയത് എന്നാണ്, 2005 മെയ് 11 എന്ന് ഓർക്കുക. ഇനി ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ രാജ്യസഭ ഈ ബില്ലിനെ സ്വാഭാവികമായും പാസാക്കണം. 2005 മെയ് 12 രാജ്യസഭ വിവരാവകാശ നിയമ ബില്ലിനെ പാസാക്കി. ചുരുക്കി പറഞ്ഞാൽ മെയ് 11 ലോക്സഭയും മെയ് 12 രാജ്യസഭയും 2005 വിവരാവകാശ നിയമ ബില്ലിനെ പാസാക്കി. ഇനി അടുത്ത നടപടി എന്താണ്, ഒരു നിയമനിർമ്മാണത്തിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവയ്ക്കുക എന്നതാണ്. നോക്കൂ, വിവരാവകാശ നിയമ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചതായി കണക്കാക്കുന്നത് 2005 ജൂൺ 15 ഒരിക്കൽ കൂടി, വിവരാവകാശ നിയമ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്, 2005 ജൂൺ മാസം 15 ഒത്തിരി തവണ PSC റിപ്പീറ്റ് ചെയ്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. വിവരാവകാശ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് 2005 ജൂൺ 15. ഇനി അടുത്തിടെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഏത് രാഷ്ട്രപതിയാണ് വിവരാവകാശ നിയമ ബില്ലിൽ ഒപ്പുവെച്ചത്? 2005 രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയായിരുന്നു APJ അബ്ദുൽ കലാം. അപ്പോൾ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം എന്ന് നിസ്സംശയം എഴുതാൻ സാധിക്കണം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് APJ? 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഇതും ചോദിച്ചിട്ടുണ്ട് PSC അടുത്തിടെ. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിന് ഒരു വിശേഷണമുണ്ട്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആര്? APJ അബ്ദുൽ കലാം. അപ്പൊ ഈ വസ്തുക്കളൊക്കെ ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നത്
ഇതെല്ലാം അടുത്ത് നടന്ന പരീക്ഷകളിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചത് കണ്ടുകൊണ്ടാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നു വിവരാവകാശ നിയമം എന്ന് മുതലാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന്. നോക്കൂ, രാഷ്ട്രപതി ഒപ്പുവെച്ച ആ ഒരു ബില്ല് നിയമമായി 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്നു. അപ്പൊ വിവരാവകാശ നിയമം എന്നാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 12. അപ്പൊ ഈ രണ്ട് ഡേറ്റ് നമ്മൾ മാറിപ്പോയത്. 2005 ജൂൺ 15 രാഷ്ട്രപതി ബില്ല് ഒപ്പുവെച്ചു. എന്നാൽ നിയമം ഔദ്യോഗികമായി വന്നത് 2005 ഒക്ടോബർ 12. ഈ ഒരു പോയിന്റും കൂടി ഓർക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. വിവരാവകാശ നിയമം നടപ്പാക്കുന്ന എത്രാമത് രാജ്യമാണ് ഇന്ത്യ? നോക്കൂ, ലോകത്ത് RTI പാസ്സാക്കുന്ന 55ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. മറ്റ് പല രാജ്യങ്ങളിലും വിവരാവകാശ നിയമം എന്ന പേരിൽ അല്ലെങ്കിൽ പോലും വിവരം അറിയാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള പല നിയമങ്ങളാണ് ഉള്ളത്. ആ ഒരു വസ്തുത കൂടി മനസ്സിലാക്കുക. ഇന്ത്യയിൽ ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയുവാൻ വേണ്ടിയുള്ള അവകാശം നൽകുന്ന നിയമത്തെയാണ് നമ്മൾ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വിവരാവകാശ നിയമം നടപ്പാക്കുന്ന എത്രാമത് രാജ്യമാണ് ഇന്ത്യ? 55ാമത് രാജ്യം ഇന്ത്യയും 1ാം സ്ഥാനം അതിൽ കരസ്ഥമാക്കിയത് നമ്മുടെ സ്വീഡനാണ്. ഈ ഒരു പോയിന്റും കൂടി മനസ്സിലാക്കുക. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തിന്റെ ഘടനയെ കുറിച്ചാണ്. വിവരാവകാശ നിയമത്തിൽ എന്തൊക്കെയുണ്ട്, അതായത് എത്ര ചാപ്റ്റർ ഉണ്ട്, എത്ര സെഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. വിവരാവകാശ നിയമത്തിന് 2 ഷെഡ്യൂളുകളുണ്ട്. വിവരാവകാശ നിയമത്തിന്റെ ഘടന മനസ്സിലാക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് വിവരാവകാശ നിയമത്തിന് 2 പട്ടിക അഥവാ 2 ഷെഡ്യൂളുകൾ ഉണ്ട്. ഇനി വിവരാവകാശ നിയമത്തിന് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. വിവരാവകാശ നിയമത്തിന് 6 ചാപ്റ്റർ അഥവാ 6 അധ്യായങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി വിവരാവകാശ നിയമത്തിൽ ആകെ മൊത്തം 31 സെക്ഷൻസ് ഉണ്ട്, 31 വകുപ്പുകളുണ്ട്. ഒരിക്കൽ കൂടി, വിവരാവകാശ നിയമത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? വിവരാവകാശ നിയമത്തിന് 2 ഷെഡ്യൂള്, 6 ചാപ്റ്റർ, 31 വകുപ്പുകളുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ഒരു വസ്തുത കൃത്യമായി നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. 2005 ജൂൺ 15 രാഷ്ട്രപതി വിവരാവകാശ നിയമ ബില്ലിൽ ഒപ്പുവെച്ചപ്പോൾ, ഒരിക്കൽ കൂടി 2005 ജൂൺ 15 രാഷ്ട്രപതി വിവരാവകാശ നിയമ ബില്ലിൽ ഒപ്പുവെച്ചപ്പോൾ തന്നെ വിവരാവകാശ നിയമത്തിലെ ചില വകുപ്പുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. വിവരാവകാശ നിയമത്തിലെ ചില വകുപ്പുകൾ അന്നേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വന്നു. ഒരിക്കൽ കൂടി, വിവരാവകാശ നിയമത്തിന് ആകെ മൊത്തം 31 വകുപ്പുകളാണ് ഉള്ളത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ഇതിൽ ചില വകുപ്പുകൾ ഓൾറെഡി തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. അത് എന്ന് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണോ രാഷ്ട്രപതി നമ്മുടെ ഈ നിയമ ബില്ലിൽ ഒപ്പുവെച്ചത് അന്ന് മുതൽ തന്നെ ചില വകുപ്പുകൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു എന്ന് മനസ്സിലാക്കുക. അതിന് 1-2 ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് വകുപ്പ് 4 തന്നെ വകുപ്പ് 4 ഉപവകുപ്പ് 1, 4 ഫുള്ളായിട്ട് വന്നില്ല, 4 തന്നെ 4 സബ് ക്ലോസ് 1. അതുപോലെ തന്നെ വകുപ്പ് 12, വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 4, 12, 13, 27, അങ്ങനെ ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ത് ചെയ്തു? നേരത്തെ കൂട്ടി തന്നെ നിലവിൽ വന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. വിവരാവകാശ നിയമത്തിലെ ചില വകുപ്പുകൾ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചപ്പോൾ തന്നെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. ശരിയോ തെറ്റോ? എന്തുത്തരമാണ് നമുക്ക് എഴുതാൻ സാധിക്കുക? ശരിയാണ്. ചില വകുപ്പുകൾ നേരത്തെ വന്നു, എന്നാൽ മുഴുവൻ വകുപ്പുകളും എന്നാണ് വന്നത്? അത് 2005 ഒക്ടോബർ 12 നിയമം എന്നാണോ ഔദ്യോഗികമായി വന്നത് അന്നാണ് മുഴുവൻ വകുപ്പുകളും വന്നത്. എന്നാൽ ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ നേരത്തെ തന്നെ എക്സിസ്റ്റഡ് ആയി എന്നും കൂടി ഓർക്കുക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് കൃത്യമായി എഴുതാൻ സാധിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ. ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല, എങ്കിലും ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമത്തെ പാസാക്കി നിലവിൽ കൊണ്ടുവന്നു. അതിനുശേഷം 2005 വിവരാവകാശ നിയമം ആദ്യമായി, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം രാജസ്ഥാനാണ്. ഒരിക്കൽ കൂടി, പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമം അല്ലെങ്കിൽ നമ്മുടെ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? രാജസ്ഥാനാണ്. ഇനി നോക്കാം, വേറൊരു പോയിന്റ് കൊണ്ട് നമ്മളിവിടെ പഠിക്കാനുണ്ട്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാർലമെന്റ് വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ചോദ്യങ്ങളുടെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പാർലമെന്റ് പാസ്സാക്കിയ അല്ലെങ്കിൽ 2005 RTI വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. എന്നാൽ ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? തദ്ദേശീയമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കാനും നടപ്പിലാക്കാനും തുടങ്ങി. അങ്ങനെ ആദ്യ സ്ഥാനം അല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് നിന്ന്
വന്ന സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. ഒരിക്കൽ കൂടി ചോദ്യം വായിക്കാം. പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കുന്നതിന് മുമ്പ് വിവരാവകാശ നിയമം തദ്ദേശീയമായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? തമിഴ്നാടാണ്. ഏത് വർഷമാണെന്നും ചോദിച്ചിട്ടുണ്ട്. 1997 അപ്പോ ഓർത്തോളൂ, ആ ഒരു പോയിന്റ് പലതവണ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ പറഞ്ഞു പല സംസ്ഥാനങ്ങളും ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാം സ്ഥാനമാണ് ആർക്ക്? നമ്മുടെ തമിഴ്നാടിന് കിട്ടിയത്. എന്നാൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ ആരെന്ന് നോക്കാം. രണ്ടാം സ്ഥാനത്ത് ഗോവയാണ് എത്തിയത്. അപ്പോൾ വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗോവ. ഇനി ഗോവയും എന്നാണ് പാസാക്കിയത്? 1997 തന്നെയാണ്. 97 ഗോവയും തമിഴ്നാടും പാസാക്കി. എന്നാൽ ആദ്യം പാസാക്കിയത് ആരാണ്? തമിഴ്നാടാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ആദ്യം അല്ലെങ്കിൽ പ്രഥമ സ്ഥാനം കിട്ടിയത്. ഇനി അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് പാർലമെന്റ് പാസാക്കുന്നതിന് മുമ്പ് തദ്ദേശീയമായി പാസാക്കിയ ചില പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അത് ഏത് വർഷമാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി ബുക്കിൽ ഈ ഒരു ടാബുലർ കോളം അവർ കൃത്യമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ അതേ ഒരു ടാബുലർ കോളമാണ് നിങ്ങൾക്ക് പഠിക്കാനായി ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉപേക്ഷ കൂടാതെ ഇതൊന്ന് നോക്കിയിട്ട് പോവുക. തമിഴ്നാട് 1997 തദ്ദേശീയമായി പാസാക്കി. ഗോവ 1997 തദ്ദേശീയമായി പാസാക്കി. രാജസ്ഥാൻ 2000 തദ്ദേശീയമായി വിവരാവകാശ നിയമം പാസാക്കിയത്. അപ്പൊ ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. രാജസ്ഥാനിലാണല്ലോ 2005 പാസാക്കിയ അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമം നിലവിൽ വന്നത് എവിടെ തന്നെയാണ്? ആദ്യമായി രാജസ്ഥാനിലാണ്. എന്നാൽ രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം പാർലമെന്റ് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തദ്ദേശീയമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? RTI പാസാക്കിയിട്ടുണ്ട്. അപ്പൊ 2 പോയിന്റ് ഇവിടുന്ന് പഠിക്കാം. രാജസ്ഥാൻ വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ വർഷം 2000. എന്നാൽ 2005 അല്ലെങ്കിൽ പാർലമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത നിയമം രാജസ്ഥാനിൽ വന്നത് 2005. ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഇനി കർണാടക എന്ന സംസ്ഥാനം 2000 തദ്ദേശീയമായി പാസാക്കിയത്. ഡൽഹി 2001, മഹാരാഷ്ട്ര 2002, അസം 2002, മധ്യപ്രദേശ് 2003, അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ 2004 വിവരാവകാശ നിയമത്തെ തദ്ദേശീയമായി പാസാക്കിയത്. അപ്പൊ ഒരിക്കൽ കൂടി ഈ ഒരു വർഷവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും നമുക്കൊന്ന് ഓടിച്ച് പറയാം. അപ്പൊ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും റാങ്ക് മേക്കിംഗ് കാറ്റഗറിയിലായിരിക്കും. അപ്പൊ ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ, അതായത് ആധികാരികമായി കുറെ കാര്യങ്ങളും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. കൃത്യമായി ഇതൊന്ന് നോക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചേരുംപടി ചേർക്കാതെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? എഴുതാൻ സാധിക്കണം. ഒരിക്കൽ കൂടി തമിഴ്നാട് 1997, ഗോവ 1997, രാജസ്ഥാൻ 2000, കർണാടക 2000, ന്യൂഡൽഹി അല്ലെങ്കിൽ ഡൽഹി 2001, മഹാരാഷ്ട്ര 2002, അസം 2002, മധ്യപ്രദേശ് 2003, ഏറ്റവും ഒടുവിൽ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ 2004 തദ്ദേശീയമായി വിവരാവകാശ നിയമത്തെ പാസാക്കി. ഈ ഒരു വസ്തുത കൂടി കൃത്യമായി ഓർക്കുക. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയിന്റ് ആണ്. കൃത്യമായി നിങ്ങൾ ഇതിന്റെ അടിസ്ഥാന വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വിവരാവകാശം എന്നത് ഒരു മൗലിക അവകാശമാണോ എന്ന ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ആ ഒരു കാര്യം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മുടെ ഒരു പോയിന്റ്, നമ്മൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവരാവകാശം ഒരു മൗലിക അവകാശമായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ അതോ ഇല്ലയോ? വിവരാവകാശം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ പോകുന്നത്. വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും തന്നെ എഴുതി വെച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ലാത്ത ചില അവകാശങ്ങളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ വിവരാവകാശം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മുടെ ചോദ്യം. ആദ്യമേ മനസ്സിലാക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ വിവരാവകാശം ഒരു മൗലിക അവകാശമായിട്ട് കണക്കാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു പോയിന്റ് മൗലിക അവകാശം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ വിവരാവകാശത്തെ എന്തായിട്ട് കണക്കാക്കാം? മൗലികാവകാശമായിട്ട് കണക്കാക്കാം. ഭരണഘടനയിൽ മൗലികാവകാശം എന്ന കാറ്റഗറിയിൽ വിവരാവകാശം ഇല്ല. പക്ഷെ വിവരാവകാശം എന്താണ്? ഒരു ഫണ്ടമെന്റൽ റൈറ്റ്, ഒരു മൗലികാവകാശമാണ്. അതെങ്ങനെയാണ് സാധിച്ചത് എന്ന് നമുക്കത് മനസ്സിലാക്കാം. വിവരാവകാശം എന്നത് ഒരു മൗലികാവകാശം എന്ന ആ ഒരു പ്രസ്താവന, ആ ഒരു വിധി പറഞ്ഞത് നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയാണ്. അപ്പൊ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ പല ജഡ്ജ്മെന്റ്സിലൂടെയുമാണ് മൗലികാവകാശമായി എന്തിനെ കണക്കാക്കിയിട്ടുള്ളത്? വിവരാവകാശത്തെ കണക്കാക്കിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ജഡ്ജ്മെന്റിലേക്ക് സുപ്രീം കോടതി എത്തിയത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ
12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 12 മുതൽ 35 വരെയാണ് എന്ന് നമുക്കറിയാം. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നമുക്ക് എടുത്തു പഠിക്കാനുണ്ട്. ആർട്ടിക്കിൾ 19(1)(a). ആർട്ടിക്കിൾ 19(1)(a) എന്നാണ് ഞാൻ എഴുതിയത്. ആർട്ടിക്കിൾ 19(1)(a) നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ഉറപ്പ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. നമുക്ക് അഭിപ്രായം പറയാനും നമ്മുടെ അഭിപ്രായങ്ങൾ ആവിഷ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(a) നമുക്ക് ഉറപ്പ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ആർട്ടിക്കിൾ എങ്ങനെയാണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 19(1)(a) കൃത്യമായ രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ, ഇത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്? 19(1)(a) പ്രകാരം നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തിനെങ്കിലും കുറിച്ച് അഭിപ്രായങ്ങൾ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിച്ചേ തീരുവുള്ളൂ, അല്ലെ? ഇപ്പൊ ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള എന്തറിഞ്ഞിരിക്കണം? കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കണം. അപ്പൊ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശമാണ് ഏത്? വിവരാവകാശം. അപ്പൊ ഇങ്ങനെ പല ജഡ്ജ്മെന്റിലൂടെയുമാണ് സുപ്രീം കോടതി എന്ത് വിധി പ്രഖ്യാപിച്ചത്? വിവരാവകാശത്തെ ഒരു മൗലികാവകാശമായിട്ട് കണക്കാക്കാമെന്നത്. ഈ ആർട്ടിക്കിളൊക്കെ കൃത്യമായി ഉപയോഗിക്കണമെങ്കിൽ വിവരം എന്നത് അറിയേണ്ടത് ഒരു പൗരന്റെ അവകാശമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണ് ആർട്ടിക്കിൾ 19(1)(a) പ്രതിപാദിക്കുന്നത്. ഈ പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണമെങ്കിൽ വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കണമെന്നാണ് സുപ്രീം കോടതി ജഡ്ജ് ചെയ്തത്. ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊരു ആർട്ടിക്കിളിനും ഈ ഒരു നിയമവുമായി ബന്ധമുണ്ട്. ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21നെയും നമുക്ക് എന്തുമായി കണക്ട് ചെയ്യാം? വിവരാവകാശവുമായി കണക്ട് ചെയ്യാം. നോക്കൂ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ജീവിക്കാനുമുള്ള അവകാശമാണ് നമ്മുടെ ആർട്ടിക്കിൾ 21 പറയുന്നത്. നോക്കൂ, നമുക്ക് നേരാവണ്ണം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് കൃത്യമായി ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് കൂടിയേ തീരുവുള്ളൂ? നമുക്ക് ചുറ്റുമുള്ള വിവരങ്ങൾ അറിഞ്ഞേ തീരുവുള്ളൂ. അപ്പൊ ആ വിവരം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആർട്ടിക്കിളും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നേരാവണ്ണം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി എന്ത് പറഞ്ഞത്? ഇതുപോലെ മറ്റ് പല ജഡ്ജ്മെന്റ്സും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 19(1)(a), ആർട്ടിക്കിൾ 21 കൃത്യമായി ഓർക്കുക. ഇനി ആർട്ടിക്കിൾ 14നെയും വേണമെങ്കിൽ നമുക്ക് എന്തുമായി കണക്ട് ചെയ്യാം? വിവരാവകാശവുമായി കണക്ട് ചെയ്യാം. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, അതുകൊണ്ട് എല്ലാവർക്കും വിവരങ്ങൾ അറിയാനുള്ള അവകാശവും ഉണ്ട് എന്നും നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പൊ സുപ്രീം കോടതി മെയിൻ ആയിട്ട് പറയുന്ന ജഡ്ജ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ആർട്ടിക്കിൾ 19(1)(a), 21 തുടങ്ങിയതാണ്. എന്നാൽ വിവരാവകാശ നിയമത്തിന്റെ ഔദ്യോഗിക ഒരു പ്രസിദ്ധീകരണത്തിൽ ആർട്ടിക്കിൾ 14നെയും നമുക്ക് കണക്ട് ചെയ്യാം എന്ന ഒരു പോയിന്റ് പറയുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കുക. ഇനി വിവരാവകാശം ഒരു മൗലികാവകാശമാണെന്ന വിധി വന്ന സുപ്രധാന അല്ലെങ്കിൽ ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് വന്ന ഒരു കേസാണ് രാജ് നരൈൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് കേസ്. അപ്പോ ഈ ഒരു കേസിന്റെ വിധി എന്താണെന്ന് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 19(1)(a) പ്രകാരം വിവരാവകാശം എന്തായി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചു? ഒരു മൗലിക അവകാശമായിട്ട് കണക്കാക്കാമെന്ന് വിധിച്ചു. കേസിന്റെ പേര് രാജ് നരൈൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. കൃത്യമായി ഈ ഒരു കേസിന്റെ പേരും ഇതിന്റെ ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റും ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റൈറ്റ് ടു ഇൻഫർമേഷനെ കൺസിഡർ ചെയ്യാൻ ഇവർ ഉപയോഗിച്ച അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അവരെ പ്രതിപാദിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19(1)(a) ആണെന്ന് ഓർക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തിലെ പ്രധാനപ്പെട്ട മറ്റു ചില വസ്തുതകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിവരാവകാശ നിയമത്തിലൂടെ ഒരു പൗരന് വിവരം ലഭിക്കണമെങ്കിൽ അദ്ദേഹം കൃത്യമായി അപേക്ഷ സമർപ്പിച്ചിരിക്കണം. വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ഒരു വിവരം ചോദിക്കണമെങ്കിൽ, ഒരു ഓഫീസിൽ ചെന്ന് നമുക്ക് വിവരം ചോദിക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഒരു ഓഫീസിൽ നൽകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ത് ലഭിക്കുന്നത്? വിവരം ലഭിക്കുന്നത്. ഇനി അപേക്ഷ നമുക്ക് ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് എഴുതി തയ്യാറാക്കിയോ ഒക്കെ നൽകാം. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ അപേക്ഷ കൊടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. എന്നാൽ ടെലഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ അനുമതി നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. ടെലഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സമർപ്പിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആരായാനും അനുമതി നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന ഖ്യാതി ആർക്കാണുള്ളത്? ഉത്തർപ്രദേശിനാണ് ഉള്ളത് എന്ന് കൃത്യമായി ഓർക്കുക. ഇനി കൃത്യമായ വിവരം ലഭിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്ത ആദ്യ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നോക്കൂ, ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്. നമ്മൾ ഒരു വിവരം വിവരാവകാശ നിയമത്തിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ വിവരം നമുക്ക് എങ്ങനെയാണ് ലഭിക്കേണ്ടത്? സമയബന്ധിതമായാണ് ലഭിക്കേണ്ടത്. അതായത് ഈ നിയമത്തിൽ എന്തൊക്കെയോ സമയങ്ങൾ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ ആണ് നമുക്ക് എന്ത് ലഭിക്കേണ്ടത്? വിവരങ്ങൾ ലഭിക്കേണ്ടത്. അങ്ങനെ വിവരം ലഭിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സമയത്തിനുള്ളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ്. ജാമ്യമില്ലാത്ത വകുപ്പ് എന്നതിന്റെ ഇംഗ്ലീഷ് ടേമും കൂടെ നമുക്കൊന്ന് നോക്കി വെക്കാം. നോൺ ബെയിലബിൾ ഒഫൻസ്. നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പോ ചിലപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ജാമ്യമില്ലാത്ത
കുറ്റമല്ല എന്നായിരിക്കില്ല കാണുന്നത്. നോൺ ബെയിലബിൾ ഒഫൻസ് ചുമത്തി ശിക്ഷ നടപടി സ്വീകരിച്ചതെന്നായിരിക്കും കാണുന്നത്. അപ്പൊ ആ ഒരു ടേം ആലോചിച്ച് വെച്ചോളൂ. നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കാത്തത്. അതിനു മുമ്പ് വേറെ 2-3 കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ബെയിൽ എന്ന വാക്കിന്റെ അർത്ഥം ജാമ്യം എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ബെയിൽ എന്ന് പറയുന്നതിനെയാണ് മലയാളത്തിൽ എന്തായിട്ട് പറയുന്നത്? ജാമ്യം എന്ന് പറയുന്നത്. ഇനി ബെയിൽ എബിൾ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ബെയിൽ എബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ജാമ്യം ലഭിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. ബെയിൽ ജാമ്യം, ബെയിൽ എബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കുന്നത്. ഇനി നോൺ ബെയിലബിളോ ജാമ്യം ലഭിക്കാത്തത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലും ഈ ഒരു വാക്ക് നിങ്ങൾക്ക് എവിടെ കണ്ടാലും നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർക്കുക. ഇനി ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകിയ വ്യക്തി ആര്? ഇന്ത്യയിൽ വിവരാവകാശ നിയമപ്രകാരം ആദ്യത്തെ വിവരാവകാശ ആപ്ലിക്കന്റ് ആര്, അപേക്ഷ നൽകിയ വ്യക്തി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഷാഹിദ് റാസ ബാർനെയാണ്. ഒരിക്കൽ കൂടി, ഷാഹിദ് റാസ ബാർനെയാണ് നമ്മൾ ആദ്യത്തെ RTI ആപ്ലിക്കന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇവർ പൂനെ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യത്തെ RTI ഫയൽ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നത്. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ഇവർ അപേക്ഷ കൊടുത്തതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ PSC പല രീതിയിൽ വളരെ പണ്ട് മുതലേ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവരും ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക.